ഹായ് എവരിവൺ, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് മൗണ്ട് ബുള്ളർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വിൻ്റർ ടൈമാണ്, അതുകൊണ്ട് തന്നെ സ്നോ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിയും കുട്ടി വന്നിട്ടുള്ളത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചേച്ചി കൂടി ഉണ്ട്. ചേച്ചി ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നാണ് ഇവിടെ വിസിറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിവിടുത്തെ സ്നോയും ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാമെന്ന് കരുതി. അപ്പോൾ ഈ ചെറിയ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് മൗണ്ട് ബുള്ളറിൽ പോകുന്ന വഴിയാണ്. നല്ല ഫോഗിയാണ് ഇന്ന് രാവിലെ. സത്യം പറഞ്ഞൊന്നും കാണുന്നില്ല, തൊട്ടടുത്തുള്ള സാധനങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അത്രയ്ക്കും ഫോഗിയാണ്. എന്തായാലും ഇന്ന് ഇവിടെ പോയി കഴിഞ്ഞാൽ സ്നോ കാണാൻ പറ്റുമെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് അങ്ങനെ പോകുമെന്നാണ് കരുതിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് 2.5 hours ആണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അധികം സമയം ആയില്ല. പക്ഷെ അപ്പോഴത്തേക്ക് മൊത്തം ഫോഗിയാണ്. നമുക്ക് പോകുന്ന വഴിയൊക്കെ ഇതേപോലെ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നോക്കാം. സ്നോ കാണാനല്ലേ പോണേ. എന്തൊക്കെ ചെയ്യാൻ സ്നോ കണ്ടു കഴിഞ്ഞാല്? നമ്മള് സ്നോമാൻ ബിൽഡ് ചെയ്യൂ. നമ്മള് പിന്നെ സ്നോബോൾ ഫൈറ്റ് എന്നിട്ട് നമ്മൾ മൗണ്ട് ബുള്ളറിന്റെ എൻട്രൻസിനടുത്ത് എത്തിയിരിക്കുകയാണ്. 2 മണിക്കൂർ യാത്രയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇവിടുന്ന് വണ്ടികൾക്കൊക്കെ 2 വീൽ ഡ്രൈവ് വണ്ടികൾക്കൊക്കെ ഇവിടെ എന്താ പറയുക, വീലിന്റെ ചെയിൻ ഇവിടുന്ന് ബോറോ ചെയ്യണം. അപ്പോൾ വീൽ ചെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ 2 വീൽ ഡ്രൈവ്സിനൊക്കെ അങ്ങോട്ട് മുകളിലോട്ടേ അവർ കയറ്റി വിടത്തുള്ളൂ. അപ്പോൾ നമുക്ക് 4 വീൽ ഡ്രൈവ് ആയതുകൊണ്ട് ചെയിൻ വേണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് നമുക്ക് എന്തായാലും ചോദിച്ച് നോക്കാം. അപ്പോൾ ഇവിടുന്ന് ഒരു എൻട്രി ടിക്കറ്റ് ഉണ്ട്, എൻട്രി പാസ് എടുക്കണം. ഇവിടുന്ന് എൻട്രി പാസ് എടുത്താണ് നമ്മളിനി പോകേണ്ടത്. അങ്ങനെ നമ്മൾ മൗണ്ട് ബുള്ളറിൻ്റെ കാർ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് നമുക്ക് പോകാനുള്ള ബസ്സുണ്ട്. ബസ്സിലാണ് നമ്മൾ മുകളിലേക്കുള്ള സ്റ്റേഷനിലോട്ട് പോകുന്നത്.
പരിശ്രമത്തിനൊടുവിൽ 2 സ്നോമാൻ ഇവിടെ ആയിട്ടുണ്ട്. ഇവിടെ കുറേയേറെ ആക്ടിവിറ്റീസ് ഉണ്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു റോപ്പ് വേ ഉണ്ട്, പിന്നെ ഇവിടെ സ്കീയിങ് ഒക്കെ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന ചെറിയ കുട്ടികളെയൊക്കെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ. നമുക്ക് സ്കീ ബോർഡൊക്കെ ഇവിടെ നിന്ന് റെൻ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഇൻസ്ട്രക്ടർ വരും, അവർ നമ്മളെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ 1-2 ദിവസങ്ങളൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കുറേയേറെ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം വന്ന് സ്നോ കണ്ടപ്പോൾ എക്സൈറ്റ്മെൻ്റ് ഒക്കെ അങ്ങോട്ട് മാറി എല്ലാവരും കളിച്ച് മടുത്തു തുടങ്ങി കുട്ടികൾക്കൊക്കെ. അപ്പോൾ എല്ലാവരും വിശക്കുന്നെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ മെല്ലെ പോയി ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കട്ടെ. ഇനി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് എനർജിയൊക്കെ ആക്കിയിട്ട് നമ്മൾ മെല്ലെ ഇനി തിരിച്ച് പോകാനുള്ള പരിപാടിയിലോട്ട് നോക്കുവാണ്. നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീഴാതെ താഴെ എത്തിയാൽ മതിയായിരുന്നു. താഴെ പോയിട്ട് നമ്മുടെ ഷട്ടിൽ ബസ് ഉണ്ട്, അതിൽ കയറിയിട്ട് വേണം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിർത്താൻ വേണ്ടിയിട്ട്. സമയം ഇപ്പോൾ ഓൾറെഡി 4 മണി കഴിഞ്ഞു. നമ്മൾ കുറച്ച് സമയമായി പോവാമെന്ന് പറഞ്ഞിട്ട് കുട്ടിയൊക്കൊന്നും പോകണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. കുറേ സമയം ഒരു 4-5 മണിക്കൂറോടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ എന്തായാലും നല്ലൊരു ഫണ്ണായിരുന്നു. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.